ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഈയിടെയായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദുഃഖകരമായ വാർത്തയാണല്ലോ വയനാട്ടിലെ ഉരുൾപൊട്ടൽ. നിരവധി ആളുകളെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. അവരുടെ കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി നമുക്ക് അറിയാവുന്ന സാഹചര്യത്തിൽ നമ്മൾ സഹായിക്കുക. മാത്രമല്ല, അവരെ വിട്ടുപോയ നമ്മളെ അമ്മമാർ, കുട്ടികൾ, സഹോദരിമാർ, അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിലേക്ക് കടന്നാലോ? ഇന്ന് നമ്മൾ അടിപൊളിയായിട്ട് ഒരു പൊട്ടറ്റോ ഫ്രൈ തയ്യാറാക്കിയാലോ? അപ്പോൾ പൊട്ടറ്റോ തൊലി കളഞ്ഞെടുക്കുക. നിങ്ങൾക്ക് എത്ര പൊട്ടറ്റോ വേണമെന്ന് വെച്ചാൽ അത്ര എടുക്കുക. ഞാൻ 3 പൊട്ടറ്റോ തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് മാറ്റി വെച്ചു. എന്നിട്ട് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് ചൂടാക്കുക. അതിലേക്ക് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതും നല്ലതുപോലെ ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് കടുക്, കുറച്ച് ജീരകം, കുറച്ച് കറിവേപ്പില 3 കൂടി മിക്സാക്കി എടുക്കുക. മിക്സാക്കിയതിലേക്ക് നമ്മൾ മാറ്റി വെച്ച പൊട്ടറ്റോ കുറച്ചായി വയ്ക്കുക. എന്നിട്ട് അത് നല്ലതുപോലെ വീണ്ടും മിക്സാക്കുക. ആ മിക്സിലേക്ക് കുറച്ച് ഉപ്പ് കൂടിയിട്ട് വീണ്ടും മിക്സാക്കിയതിന് ശേഷം 5 മിനിറ്റ് വേവാൻ നമുക്ക് മൂടി വെക്കാം. ആ വെന്ത പൊട്ടറ്റോയിലേക്ക് കുറച്ച് ചിക്കൻ മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ച് മുളക് പൊടി കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സാക്കുക. പ്രത്യേകിച്ച് ഇതിലേക്ക് വേണ്ടത് ചെറുനാരങ്ങ നീരാണ്. അത് നല്ലതുപോലെ ഉറ്റിച്ചതിന് ശേഷം വീണ്ടും മിക്സാക്കുക. അങ്ങനെ ഈസിയായും പൊട്ടറ്റോ ഫ്രൈ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കി കണ്ടല്ലോ. നമുക്ക് ചോറിനോട് കറിയില്ലെങ്കിലും വിഷമിച്ചിരിക്കേ വേണ്ട, ഇത്തിരി പൊട്ടറ്റോ ഫ്രൈ മതി, അടിപൊളിയായി കഴിക്കാം. മാത്രമല്ല, രാവിലത്തെ ദോശ ആയിക്കോട്ടെ, ചപ്പാത്തി ആയിക്കോട്ടെ, അതിൻ്റെ കൂടെയൊക്കെ ഈ ഫ്രൈ സൂപ്പറായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി നെക്സ്റ്റ് ഡേ കാണാം. ബൈ.